ഇത് എൻ്റെ കോളേജാണ്. ഈ ഹാളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഈ വേദിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് വലിയ ഇതുപോലെയുള്ള അവസരങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ട് ആത്മവിശ്വാസം നേടുവാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ സ്വപ്നങ്ങൾ പാറി നടന്ന ഇടമാണിത്. എന്നെ രൂപപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്ന്. അറിവ് പകർന്ന അധ്യാപകർ, സ്വപ്നങ്ങൾ പകർന്നു തന്ന നിങ്ങളെ ആദരവോടെ ഞാൻ നമിക്കുന്നു. കരുതലോടെ സഹായിച്ച അനധ്യാപകർ, സ്നേഹം ചൊരിഞ്ഞ സുഹൃത്തുക്കൾ. സെൻറ്റ് ബെർക്ക്മാൻസ് കോളേജ് എൻ്റെ ഹൃദയത്തിലെ ഒരു നല്ല ഓർമ്മയാണ്. ഇവിടെ നിന്ന് ആണ് ഞാൻ ചങ്ങനാശ്ശേരിയുടെയും അതിരൂപതയുടെ മൈനർ സെമിനാരിയിലേക്ക് യാത്രയാകുന്നത്. എനിക്ക് അന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ കലാലയത്തിൽ പഠിക്കുകയും ഇവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്ന ഈ കലാലയത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഇതും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എനിക്ക് തന്നതുമായ ഒരു സ്വപ്നം ഏതെങ്കിലും ഒക്കെ ഇടവകളിൽ ആയിരുന്നുകൊണ്ട് പാവപ്പെട്ടവരിലുള്ള ആ ദൈവ സാന്നിധ്യം, പ്രത്യേകിച്ച് മിശിഹായുടെ സാന്നിധ്യം, അതിന് ശുശ്രൂഷ ചെയ്യുക എളിയ സ്വപ്നവുമായിട്ടാണ് ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് യാത്രയാകുന്നത്. അതിനുശേഷം റോമിലേക്ക് പഠിക്കുവാനായിട്ട് അഭിമന്യ പൗത്യ-പിതാവാണ് എന്നെ പ്രത്യേകമായിട്ട് അയക്കുന്നത്. ആ അവസരത്തിലും അഭിമന്യ പിതാവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം, പിതാവെ, എനിക്ക് പഠിച്ച് കോളേജിൽ പഠിപ്പിക്കാനോ സ്കൂളുകളിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഏതെങ്കിലും തലത്തിൽ ശുശ്രൂഷ ചെയ്ത, അതെല്ലാം പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ്. അതിനേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഇടവകയിൽ എളിയ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ അഭിമന്യ പിതാവ് പറഞ്ഞു, ഒരു അച്ഛനാകാൻ, ഒരു വൈദികനാകാൻ ദൈവശാസ്ത്രം പഠിക്കണം, അതിന് റോമിലേക്ക് പോവുക, തിരിച്ചു വരിക എന്നുള്ള ഒരു ആശയത്തിലാണ് പിതാവിനെ വിടുന്നത്. അവിടെ ഇറ്റാലിയൻ ഭാഷ പഠിക്കാനായിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇറ്റാലിയൻ എനിക്ക് കടിച്ചാൽ പൊട്ടുന്നില്ല, എന്നെ തിരിച്ചിഞ്ഞ് കൊണ്ടുവരണം. പിതാവ് പറഞ്ഞു, കുഴപ്പമില്ല, പഠിക്കുക, മുന്നോട്ട് പോവുക. അതിനുശേഷം അങ്ങനെ 3 വർഷക്കാലം അവിടുത്തെ പഠനങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറ്റാലിയൻ ഭാഷയുടെ വലിയ ബുദ്ധിമുട്ട് മാറി. അപ്പോൾ അവിടുത്തെ റെക്ടർ പറഞ്ഞു, 2 വർഷം കൂടെ തരാം, സ്കോളർഷിപ്പ് തരാം. അപ്രകാരം വീണ്ടും അവിടെ പഠനങ്ങൾ തുടർന്ന് പിന്നീട് വത്തിക്കാൻ്റെ നയതന്ത്ര ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. ഭാഷാ പഠനം വലിയൊരു ബുദ്ധിമുട്ടാണ്, അതിനുള്ള കഴിവില്ല എന്ന് ചിന്തിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവധിക്കാലങ്ങൾ, അവിടെയുള്ള അവധി നമുക്കറിയാം, യൂറോപ്പിൽ യാത്ര വളരെ എളുപ്പമാണ്. അവധിക്കാലം എന്ന് പറയുന്ന 2-3 മാസക്കാലങ്ങളിൽ ഫ്രഞ്ച് ഭാഷ പഠിക്കാനും സ്പാനിഷ് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നപ്പോൾ അതെല്ലാം വിനിയോഗിക്കുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് ലഭിച്ച ആ സ്വപ്നത്തിൻ്റെയും അവസരങ്ങൾ നമുക്ക് ദൈവം തരുമ്പോൾ അത് വിനിയോഗിക്കുവാനുള്ള ആ ഒരു ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ ക്രിസ്തുമസിനെ പറ്റി പ്രത്യേകമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ശിശുവായിട്ട് നമ്മുടെ ഇടയിൽ വന്ന ദൈവത്തിൻ്റെ ആ വലിയ മാതൃകയാണ് നമ്മുടെ മനസ്സിൽ. നമ്മളെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് രക്ഷിക്കുവാൻ വേണ്ടി അത് ഏതെല്ലാം രീതിയിൽ വരാമായിരുന്നു, പക്ഷേ ഒരു ശിശുവായിട്ട്, സഹായം അർഹിക്കുന്ന ഒരു ശിശുവായിട്ട് ദൈവം ഭൂമിയിൽ വന്നു എന്നുള്ളതിൻ്റെ വലിയ ഓർമ്മ പുതുക്കുമ്പോൾ ഈ ക്രിസ്തുമസ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം. ആ ശിശുവിന് കരുതൽ ആവശ്യമുള്ള ശിശുവിന് ദൈവം തന്നെ സ്നേഹം ആവശ്യപ്പെടുന്നെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ നമ്മൾ പരസ്പരം സ്നേഹത്തിൻ്റെ നന്മയുടെ പ്രവാചകരായിട്ട് മാറണം എന്നുള്ള ആ വലിയ സന്ദേശമാണ് പ്രത്യേകമായിട്ട് ഉള്ളത്. ഞാൻ
മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിവിധ രീതികളിൽ കണ്ടു. ഈ മാർപ്പാപ്പയുടെ അടുത്ത് വരെ ചെല്ലാൻ, അവിടെ വരെ ആത്മവിശ്വാസത്തോടുകൂടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ച ഈ കലാലയം, പ്രത്യേകമായ രീതിയിൽ കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനം CSMനോട് ഉള്ള എൻ്റെ ഏറ്റവും ഹൃദ്യമായ നന്ദി ഞാനിവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. SB കോളേജിൽ ഓരോരുത്തർക്കും അതിൽ വളരാൻ, തൻ്റേതായിട്ടുള്ള കഴിവുകൾ വളർത്താനും വികസിപ്പിക്കാനുമുള്ള അവസരം നമുക്കുണ്ട്. നമുക്കറിയാം, ഇവിടെ NSS ഉണ്ട്, നമ്മൾ NCC ഉണ്ട്, കത്തോലിക്ക വിദ്യാഭ്യാസ CSM ഉണ്ട്, മറ്റ് നേച്ചർ ഗ്രൂപ്പുകൾ, അങ്ങനെ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ രീതികളിൽ നമുക്കുള്ള കഴിവുകൾ, നമുക്ക് അവസരങ്ങൾ തന്ന് നമ്മളെ വളർത്താനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കാൻ മനസ്സുള്ള അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗ്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവസരങ്ങൾ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. SBയിലെ ഈ പ്രൗഢഗംഭീരമായ കാവാട്ടുകാളിലെ പുഞ്ചിരി നിറഞ്ഞ നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ പ്രത്യാശയുടെ പ്രവാഹകരാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഇപ്രകാരം മറ്റുള്ളവരിലുള്ള, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുള്ള ദൈവ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ആ സ്വപ്നം എനിക്ക് നൽകിയ ചില ജീവിതാനുഭവങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന, പ്രത്യേകിച്ച് സഹായമർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമാവുകയില്ല. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ധനം, ഇത് ഉദാരതയോടുകൂടി പ്രത്യേകിച്ച് സമൂഹത്തിലുള്ള വേദനിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാവുകയില്ല. അത് 10 മടങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവം. ഞാൻ ഒരു നല്ല വലിയ ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല, പ്രത്യേകതകളുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. എൻ്റെ കൂടെ സെമിനാരി വിദ്യാഭ്യാസം നടത്തിയ ബഹുമാനപ്പെട്ട മോഹൻ മുടന്താഞ്ചിലി അച്ഛനും ഇവിടെ ഉണ്ട്. സെമിനാരി കാലത്തിലും സാധാരണക്കാരനായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അനുഗ്രഹങ്ങൾ. ഞാൻ ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നും, ഞാൻ വളർന്ന വല്യപ്പച്ചനെ വല്യമ്മയുടെ നിന്നും എനിക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, കഴിവതും അവരെ ബുദ്ധിമുട്ടിക്കാതെ. ഈ കോളേജിലും പഠിച്ച കാലത്ത് അധ്യാപകരിൽ നിന്നുള്ള അനുഗ്രഹം, ഞാൻ ജോസഫ് സാർ ഇവിടെ ഇല്ല, സാറും അതുപോലെ അഗസ്ത്യ സാറും ഒക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ജോസഫ് സാറൊക്കെ ഞാനിങ്ങനെ CSMന് വേണ്ടി ഒത്തിരി സമയം നടക്കുമ്പോൾ പറയുമായിരുന്നു, ഇങ്ങനെ നടന്നാൽ മതിയോ, പഠിക്കണ്ടേ എന്നൊക്കെ സ്നേഹത്തോടെ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അവരുടെയൊക്കെ താല്പര്യം. അപ്പം ഞാൻ കൂട്ടുകാരനായ ടോംലാൽ പറഞ്ഞു, മടത്തിപ്പറമ്പച്ചനെ കണ്ടപ്പോൾ മുങ്ങിയെന്ന് പറഞ്ഞു. അത് ഡിപ്ലോമസിക്ക് വേണ്ടിയല്ല, അല്ല, അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം മേടിക്കാൻ അവരുടെ മുമ്പിൽ അവരിൽ നിന്ന് അനുഗ്രഹത്തിന് വിരുദ്ധമായിട്ടൊന്നും മേടിക്കാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുങ്ങിയതാണ്. ഇപ്രകാരം ഉള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും നമ്മുടെ ഗുരുഭൂതന്മാരുടെയും നമ്മുടെ സഹപാഠികളുടെയും പ്രത്യേകിച്ച് വേദനിക്കുന്നവരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാനുഭവം. അതുതന്നെയാണ് ഇപ്രകാരമുള്ള ഒരു സ്ഥാനലബ്ധിയുടെ പിമ്പിൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ തിരിച്ചു വന്നതും നന്ദി പറയാനും അനുഗ്രഹങ്ങൾ ചോദിക്കാനും അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനും വേണ്ടിയാണ്. അതുമാത്രമേ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളിൽ നമ്മളെ കാത്തു സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും അതിന് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും നിങ്ങളുടെ മുതിർന്ന കുടുംബാംഗങ്ങളുടെയും ഗുരുഭൂതരുടെയും
സ്നേഹിതരുടെയും ഒക്കെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഉത്തരവാദിത്വമുള്ള നല്ല പൗരന്മാരും എല്ലാവരെയും സ്നേഹിക്കുന്ന, മതത്തിനും നിറത്തിനും എല്ലാത്തിനുമൊക്കെ അതീതമായിട്ട് പ്രത്യേകിച്ച് കുറവുകളുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടുത്തുന്ന നല്ല വിദ്യാർത്ഥികളായിട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ ക്രിസ്മസും പുതുവർഷവും ഒക്കെ അനുഗ്രഹം തരട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഞാൻ മാർപ്പാപ്പയുടെ യാത്രകൾ ഒരുക്കുന്ന ശുശ്രൂഷയിലാണ്. ഈ കഴിഞ്ഞ യാത്ര 4 രാജ്യങ്ങളിലുള്ള യാത്രയായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുകയായിരുന്നു, കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇവിടെ ഞാൻ ആയിരുന്ന അവസരത്തിൽ ഓണക്കാലത്ത് വർക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കായിരുന്നു. ഞാൻ 3 വർക്ക് ക്യാമ്പുകളിൽ അന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇടുക്കിയടുത്തും പീരുമേടിലൊക്കെ നേരത്തെ പോയി സ്ഥലം കണ്ട്, ഇവിടുത്തെ SB കോളേജിലെ പ്രസിഡൻറ്റ് ആയിരുന്നു. അതിനുശേഷം സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ. ആ അവസരത്തിലൊക്കെ വിവിധ കോളേജുകളിൽ പോവുകയും അതുപോലെ തന്നെ ഈ വർക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു. ഏതാണ്ട് ഇന്ന് മാർപ്പാപ്പയുടെ യാത്ര ഒരുക്കുമ്പോൾ അതിന് സമാനമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏത് രാജ്യത്ത് മാർപ്പാപ്പ പോകുന്ന മാർപ്പാപ്പയുടെ യാത്രയിൽ ഏതാണ്ട് 130ഓളം പേരാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഫ്ലൈറ്റിലുള്ളത്. ഈ 130 പേരുടെയും താമസ സ്ഥലങ്ങൾ, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പരിപാടികൾ, ഇതെല്ലാം, അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ പ്രോട്ടോക്കോൾ, ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളും പ്രസിഡൻറ്റുമാരുടെ താമസ സ്ഥലങ്ങളിലൊക്കെ പോയി മാർപ്പാപ്പ പോകുന്ന സ്ഥലങ്ങളെല്ലാം അരമണിക്കൂർ സമയം അവരെ കാണുവാനായിട്ടുള്ള സമയം നിഷ്ഠ പാലിക്കുവാനും ആ പരിപാടികളെല്ലാം പരിപൂർണമായ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്. അതിനൊക്കെ പ്രത്യേകമായിട്ട് ഉള്ള ഒരു ആത്മവിശ്വാസം. കാരണം എന്നെ വിളിച്ച് ചോദിച്ചു, മാർപ്പാപ്പയുടെ യാത്രയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന്. അതിന് അതേ എന്ന് പറയുവാനായിട്ട് ഉള്ള കരുത്ത് നമുക്ക് ചെറുപ്പത്തിൽ മുതലേ ലഭിച്ചത് ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെയാണ്. ഈ കോളേജിൽ നിന്നാണ് ആ പ്രത്യേകമായിട്ടുള്ള പരിശീലനം ലഭിച്ചത് എന്ന് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അഭിമന്യ കാവുകൂട്ട പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ സ്ഥലം, പിതാവിൻ്റെ കബറെടുത്തെങ്കിൽ ഒരു ചെറിയ വാചകം എഴുതി വച്ചിട്ടുണ്ട്: ബിലവഡ് ഓഫ് ഗോഡ് ആൻഡ് ബിലവഡ് ഓഫ് മെൻ. ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവൻ. നിങ്ങൾ ഈ കലാലയത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോകാവുന്ന വലിയൊരു ആഗ്രഹവും സ്വപ്നവും അതാകട്ടെ, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായിട്ട് ലോകത്തിൽ നന്മ ചെയ്യുവാനായിട്ട് നിങ്ങളെ സർവശക്തനായ ദൈവം ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും വരും പുതുവർഷത്തിലും പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഇപ്രകാരം ഒരു സ്വീകരണവും നിങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളെല്ലാവരും വിവിധ കരോൾ ഗാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം പ്രത്യേക മനോഹരമായിട്ട് ഒരുക്കി CSMൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യത്തിനും എല്ലാം ഹൃദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും ഒരു കാലഘട്ടം ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.